ഗൈസ്, അപ്പോൾ ഈ യാത്ര എങ്ങോട്ടേക്കാണെന്ന് അറിയാമോ? ഹായ് ഹലോ, ഏജ് താക്സിർ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റിവർലാൻഡിലോട്ടാണ് കേട്ടോ. UAE ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇക്ക സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഈ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടല്ലോ? ഈ സ്ഥലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UI ഡിസൈൻ ചെയ്തിട്ടുള്ള യൂറോപ്പ് കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല യൂറോപ്യൻ കൾച്ചറായിട്ടുള്ള അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ അവരുടെ ഒരു മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് ആണത്. ഓക്കെ, അപ്പൊ ഇത് UAE യൂറോപ്പ് ആണല്ലേ? അതെ, UAE യൂറോപ്പ് ആയിട്ട് നമുക്ക് അപ്പൊ UAE യൂറോപ്പ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമ്മളിപ്പോ എൻട്രൻസിന്റെ അവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്, നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരെല്ലാവരും പരിചയപ്പെടുത്താം കേട്ടോ. ആൻഡ് ഇക്കയുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാരിസ്, ആൻഡ് ഇത് ഹാരിസിൻ്റെ പ്രിയതമ്മ ഐഷ, ആൻഡ് അവരുടെ ബേബി ദുവ. ദെൻ ഐഷയുടെ ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും. ഇവർ മാത്രമല്ല, ഇവർ കൂടാതെ നമുക്കൊരു കപ്പിളും കൂടി ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും തൊട്ടടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. അവർ റിവർലാൻഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. അവർ ഇങ്ങോട്ട് പോയിട്ടു. അതായത് വെൽക്കം ലോഞ്ചിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും. ഇതാണ് നമ്മുടെ സിനു, നമ്മുടെ സ്വന്തം ഷാസിൻ്റെ വൈഫാണ് കേട്ടോ. ട്രിപ്പ് പോകുമ്പം ഇത്രയും ഗ്രൂപ്പ് മെമ്പേഴ്സാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റിവർലാൻഡിന്റെ ഉള്ളിൽ കയറിയപ്പോ ഇനി ഓരോന്നോരോന്നായിട്ട് കാണാം. എന്തായാലും ഇവിടെ ഭയങ്കര തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല കാറ്റാണ്, നല്ല സൂപ്പറായിട്ടുണ്ട് ക്ലൈമറ്റ് ഒക്കെ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എൻട്രി ലുക്ക് വരുന്നത്. ജസ്റ്റ് വെൽക്കം ടു ദ റിയൽ മാഡ്രിഡ് വേൾഡ് എന്ന് വെച്ചാ മാഡ്രിഡ് വേൾഡ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമ്മുടെ ഹാരിസ് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റിവർലാൻഡിലോട്ടിലെ എൻട്രി ഫീ എന്ന് പറയുന്നത് 30 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂപ്പൺ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഹാരിസ് ആ കൂപ്പൺ ആരും കളയണ്ട, കയ്യിൽ തന്നെ വെച്ചോന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റിവർലാൻഡ് ഉള്ളിലോട്ട് കയറിയിട്ട് എന്തൊരു ഫുഡ് കഴിക്കുകയാണെങ്കിലും ഈ ഒരു 30 ദിർഹംസ് നമ്മുടെ ആ ഒരു ഫുഡിൽ നിന്നും റെഡീം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ റിവർലാൻഡിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഫ്രീ എൻട്രി ആയി അല്ലേ? ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ. ഫുൾ നമ്മുടെ ഫ്രഞ്ച് വില്ലേജ്, അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ എൻട്രിൻ്റെ അവിടെ തന്നെ ഉണ്ടാകും, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നല്ലതൊക്കെ. പിന്നെ ചില കാര്യങ്ങൾക്ക് ചില സെപ്പറേറ്റ് ഫീയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് അതർവൈസ് ഇറ്റ് ഈസ് ഫ്രീ എൻട്രി. ഓക്കെ, ഫോട്ടോ എടുത്ത് നോക്കുന്ന സ്വയം സാറ്റിസ്ഫൈഡ് ആവുന്ന രണ്ട് സുഹൃത്തുക്കളും, ഇതൊന്നും അറിയാതെ നോക്കി നിൽക്കുന്ന എൻ്റെ ഭാര്യ, സ്വയം ഗ്ലാമർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എൻ്റെ ചങ്ക്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ് ഇന്ന് കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തിനു വേണ്ടിയിട്ട്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസ് ആണ്, അടിപൊളിയാണ്. നമ്മൾ ശരിക്കും യൂറോപ്പിൽ പോയൊരു ഫീലാണ് കേട്ടോ. എല്ലാവരും വെക്കേഷന് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മൾ UAE ഈ യൂറോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത് മിനി വേൾഡ് ആണ്. എന്താ സംഭവം നോക്കാം, കയറി നോക്കാം എന്താണ് സംഭവം കേട്ടോ. മിനി വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മിനി വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോറുണ്ട്. ആ ഡോർ തുറന്നിട്ട് നമ്മൾ കയറുന്നത് ഇതാ ദ റിയൽ മിനി വേൾഡിലോട്ടാണ്. അതായത് നമ്മുടെ വേൾഡിലുള്ള മോണമെൻറ്റ്സിൻ്റെ എല്ലാം മിനി വേർഷനാണ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ ലോട്ടസ് ടെമ്പിൾ, ഈജിപ്തിലുള്ള നമ്മുടെ പിരമിഡ്സ്, അങ്ങനത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാ മോണമെൻറ്റ്സും ഇവിടെ എന്താണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയൊരു ഒരു ഫീൽ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു മിനി വേൾഡ് ആണ് കേട്ടത്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇവിടുത്തെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ മിനി വേൾഡിൽ നിന്ന് നേരെ പിന്നെ അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എൻട്രൻസ് ആണത്. അത് ഭയങ്കര മാസീവായിട്ടുള്ളൊരു ലുക്കാണ് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിമിംഗ് സെക്ഷൻസിൻ്റെ ഒക്കെ നല്ലൊരു മാസീവായിട്ടുള്ള പ്ലേസും കൂടിയാണ്. ഭയങ്കര
മോഷൻ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ എൻട്രൻസ് ഫീ തന്നെ ഉണ്ട്. മോഷൻ ഗേറ്റിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോഴത്തേക്കും പാർക്കും കാര്യങ്ങളും മ്യൂസിക്കും ഒക്കെയാണ്, റോളർ കോസ്റ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങളിത് കണ്ടു, എന്ത് ഭംഗിയാണ് ഓരോ വില്ലേജും അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതായത് യൂറോപ്പിലെ ഓരോ വില്ലേജ്, ലൈക്ക് ഫ്രഞ്ച് വില്ലേജ്, അങ്ങനെ ഒത്തിരി വില്ലേജസ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മളൊരു പാലത്തിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മിനി വേൾഡില്ലേ, അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ പാലത്തിൽ നിന്നും കണ്ടിട്ടുള്ളത്. ആൻഡ് ദെൻ ഞങ്ങൾ ആ ഒരു പാലത്തിൽ നിന്നിട്ട്, ബ്രിഡ്ജിൽ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഗേൾസ് ഗ്യാങ് ഒരു ഫോട്ടോ എടുത്തു, പിന്നെ ബോയ്സ് ഗ്യാങ് വേറെ ഫോട്ടോ എടുത്തു, കപ്പിളായിട്ട് ഫോട്ടോ എടുത്തു, അങ്ങനെയെല്ലാം എടുത്തു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡ്സൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളെല്ലാം, മീൻസ് നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലായിരുന്നു, അവരെന്നെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഞങ്ങളെല്ലാം സ്പെക്സ് വെച്ചിട്ട് കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് പോസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. അപ്പോൾ ഫോട്ടോസിനൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിംഗിൾ വീഡിയോസ് എടുക്കാനുള്ള, അതുപോലെ തന്നെ കപ്പിൾ വീഡിയോസ് എടുക്കാനുള്ള കുറച്ച് എഫേർട്സുകളാണ്. അപ്പോൾ ഭയങ്കരമായ മാരകമായ പോസ്റ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ കപ്പിൾ വീഡിയോസ് എടുത്തു, അതുപോലെ തന്നെ ഷാസിൻ്റെയും സിനുവിൻ്റെയും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വിശന്ന് തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ടൈം നോക്കിയത്, ഓൾമോസ്റ്റ് ഒരു 3 ആയിരുന്നു. വിശന്നിട്ട് കുടൽ കരിഞ്ഞിട്ട് വയ്യ. അപ്പോഴാണ് നമ്മുടെ കൂപ്പൺ യൂസ് ചെയ്യാനുള്ള ടൈമായെന്ന് മനസ്സിലായത്. ഞങ്ങളുടെ ഈ ആർത്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രത്തോളം വിശപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് ഞങ്ങളൊരു റീൽ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടോ, എല്ലാവരും കൂടെ കൂട്ടിയിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആൻഡ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ റീലാകെ കൊളായി. എനിവേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ റെഡി ആയില്ല. ലൈറ്റും കാര്യങ്ങളെല്ലാം പോകുന്നതിന് മുന്നേ ഞങ്ങൾ ആ വീഡിയോ എടുക്കുക തന്നെ ചെയ്തു കേട്ടോ. റിവർലാൻഡ് കണ്ടാലും മതി വരത്തില്ല, കാരണം അത്രത്തോളം നടന്ന് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ നടന്ന് ഈവനിങ് ആയിരുന്നു. ഈവനിങ്ങിലുള്ള അവിടുത്തെ ഒരു വൈബ് അതിലേറെ അടിപൊളിയായിരുന്നു. ആൻഡ് ക്ലൈമറ്റ് വാസ് സൂപ്പർ. ആൻഡ് അപ്പം ഫോട്ടോ എടുക്കുകയാണെങ്കിലും ഒത്തിരി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ആൻഡ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുതലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ എല്ലാ രീതിയിലും ഫോട്ടോസ് എടുത്തു, കപ്പിൾ ഫോട്ടോസ് ആൻഡ് വ്ളോഗിങ് ആൻഡ് സിംഗിൾ ഫോട്ടോസ്, എവറിത്തിങ് ഞങ്ങളെടുത്തു. അടിപൊളിയായിരുന്നു. ഈവനിങ് അവിടെ വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഈവനിങ് ആൾക്കാർ വന്ന് തുടങ്ങുന്ന സമയം വരെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് റിവർലാൻഡിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ, ടാറ്റാ.